എന്താടി കൂട്ടാനെന്ന് ഹലോ വേറെ ഒന്നും ഇതെന്നാ പരിപാടി ഇത്? എന്നാ പറ്റി? എന്റെ അളിയന്റെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം? ഭക്ഷണം ഉണ്ടോ? പിന്നെ അവിടെ ഒന്ന് കഴിച്ചാൽ മതി. സർക്കാരിന്റെ ശമ്പളം ഒന്നും കിട്ടണല്ലോ സാറേ, വന്ന് കേട്ടിട്ട് പോ. വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർ അച്ഛൻ വന്നില്ലേ? നല്ല സേലായി. 15 വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടേ. എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛനൊരു കാര്യം എവിടെയും പോകണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇത് സ്പെഷ്യൽ ഐറ്റമാണ്. നോക്കി വിളമ്പിയാൽ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. എന്നാ കുഞ്ഞു? ഞാൻ ചാച്ചന് മരുന്ന് കൊടുക്കാൻ പോവാ. അതേടി, നീ ധൈര്യമായിട്ട് കയറി മോള് കഴിച്ചോ? തങ്കച്ചേനോ? എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? അപ്പന്റെ ശങ്കുറപ്പ് എന്റെ രക്തത്തിലുണ്ട്. ചേട്ടായി, പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറന്നു. വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ടെന്നല്ലേ? നിങ്ങൾക്ക് ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ലേടാ, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ, എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? എന്തോ അല്ല, ഇതൊക്കെ പഴയ പരിപാടി എന്ന് പറഞ്ഞാ. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്താണ്, ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി. നിന്ന് പോയി ഷൂട്ട് ചെയ്യണം. ഇവനാ ലൈറ്റ്. അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ? ആദ്യം നീ പോയി ലൈറ്റ് വിടണം, എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. ലൈറ്റ് സൗണ്ട് വരാ എന്നിട്ടാണ് അമ്മ ആദ്യം തന്നെ കുത്തിക്കയറ്റണം. അമ്മനൊക്കെ ഏത് നാട്ടുകാരാ? ലൈറ്റ് സൗണ്ട് വരാണ്. എന്റെ മുന്നേ സൂക്ഷിച്ചോ, ഞാൻ വരാം. കുറച്ച് നമ്പർ ചോദിക്കും. കൂട് നേരെ പിടി ചേച്ചി. വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കണ്ടട്ടാ. കവറ് നേരെ പിടിക്കുക ചേച്ചി. തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ? ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായ കുറച്ചെടുത്തതാ. നിങ്ങളെടുത്ത് വെപ്പായിരുന്നല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് ഇട്ട് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ലോ. അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാഴ കാണിച്ചേരെ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ വെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്. കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. സാബു, ഇവിടെ 2 തരത്തിലുള്ള ഇറച്ചികളും ഉണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. പോയി നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി. പോയെ ചേട്ടാ, നോക്കി വിളമ്പണേ. എടാ, എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നത്? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലു വിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറുടെയും കുളവാക്കിയതാ. എടോ വന്നേ. ഇതുപോലെ കായം കുറുകിയിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ, ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു. നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ, ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ, ആരപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴി കൊടു. വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ കൊടുക്കാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക.
ഉഗ്രം ബീഫാ, ഉഗ്രം. കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ദേ, ഇങ്ങനെ. ആ വഴി. ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി. എനിക്കറിയാം, ഈഗോ ഈഗോ. ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത്, അല്ലേ? പെരുന്തച്ഛൻ്റെ ഈഗോയാ. അതെ, അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. എന്നെ കൊണ്ടൊന്നും. ഇവനാ പോളിയോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ അടുപ്പ്. ഒരുപാട് അങ്ങ് അടുപ്പിക്കണ്ട, ഞാൻ അടുപ്പിച്ചോളാം. ആ വെള്ളശാലിന്റെ കൊച്ചൊന്ന് ചിരിച്ചേ. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ. അത് തന്നെ അത് തന്നെ. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. അപ്പൊ ഞാൻ വിളിക്കാവേ. ഓക്കെ, അത്യാവശ്യം ആരല്ലേ ഇങ്ങോട്ട് വന്നേ. എടാ ഇങ്ങോട്ട് വന്നേ. വന്ന ആശാനെ. എടാ നീ പോയേ അച്ഛൻ കുറച്ച് കറി കൊടുത്തിട്ടോ. ആശാനെ അത് ലിസ്റ്റ് പൊളിയും. ഞാൻ ആശാ പോയിട്ടോ. എടാ പരിപാടി കഴിഞ്ഞില്ലേ, നീ പോയി കൊടുത്തിട്ടോ. അല്ല, അത് ശരിയാവില്ല ആശാൻ. എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള. ആശാൻ പോയിട്ടോ. ചിലപ്പോ കാര്യം ഉച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഡേയ് റീനെ, ആഹാ, സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ. നീ എന്റെ ശിഷ്യൻ. കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട്. ഓ, ഇത് ഭരണഘടനൊന്നും അച്ഛനെ തിറക്കി കിട്ടാറുണ്ടെന്ന്. ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല. ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ്, പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ? അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ പിന്നെ പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിഹ ഇവിടെ സ്തുതി കിട്ടാതെ ഉറങ്ങില്ല. നീ പോടത്തേക്ക തങ്കച്ചു, ഓ വല്യപ്പനെ ഒന്നുകൂടെ കണ്ടാലോ? വല്യപ്പൻ എപ്പോഴേ തീർന്നു. കാർന്നൂര് പോയോ? ലോട്ടറി ഇത് ഈ പാപ്പത്തിനവിടെ പോയി കിടക്കുക. അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ. അച്ഛനെ ഇള്ളാ കുഞ്ഞോ വാരി കൊടുക്കാൻ. അല്ല, സമയത്തായി. ലൈറ്റ് ഇട്ട വണ്ടി. ലൈറ്റ് ഇട്ടതോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പോലീസുകാരെയും വിളിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാരെ കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ, ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണേ. രണ്ടെണ്ണം വിട്ടിട്ട് കഴിക്കാനായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? കുട്ടി സാറേ, ഞാൻ വെപ്പുകാരനാ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താടാ? ചേട്ടാ, ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റി. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടിയോളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. ബെന്നി, എന്തോരം പൊടിയാവും പൊടിഞ്ഞു വെച്ചിട്ട്. ബെന്നി, എടാ ബെന്നി, ഇവന് ഇത് എവിടെ പോയി കിടക്കും? ബെന്നി, പേടിക്കണ്ട, ഞാൻ സിസിലി. ബെന്നില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ,
എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടീ, ഞാനിപ്പോ ഇങ്ങ് വരും. നീ വാലടിച്ചു കിടന്നോ. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ? അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. കേന്ദ്രം വരും, അല്ലെങ്കിൽ വരുത്തും. അതുവരെ